ഏപ്രിൽ 14 ചൊവ്വാഴ്ച രാവിലെ 9:32 ചതയം നക്ഷത്രത്തിൽ ഇക്കൊല്ലത്തെ മേടസംക്രമം നടക്കുന്നത്. അതായത് സൂര്യൻ മീനം രാശിയിൽ നിന്നും മേടം രാശിയിൽ പ്രവേശിക്കുന്നത്. അശ്വതി മുതൽ പൂയം വരെയുള്ള 8 നാളുകാരുടെ വിഷുഫലമാണ് ഇവിടെ അപഗ്രഥിക്കുന്നത്. സൂര്യോദയത്തിന് ശേഷം ആദിത്യ സംക്രമം വന്നതിനാൽ വിഷുക്കണിയും വിഷു ആഘോഷവും തൊട്ടടുത്ത ദിവസമായ ഏപ്രിൽ 15 ബുധനാഴ്ചയാണ് ആഘോഷിക്കേണ്ടത്. സംക്രമ സമയത്ത് ചന്ദ്രൻ കൃഷ്ണപക്ഷ ദ്വാദശിയിൽ ചതയം നക്ഷത്രത്തിലാണ്. ശുക്രൻ മേടം രാശിയിലും ബുധനും ശനിയും ചൊവ്വയും മീനം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും രാഹു കുംഭം രാശിയിലും കേതു ചിങ്ങം രാശിയിലും സഞ്ചരിക്കുന്നു. അവിട്ടം ചതയം പൂരുരുട്ടാതി മകയിരം തിരുവാതിര പുണർദം ചിത്തിര ചോതി വിശാഖം എന്നീ 9 നക്ഷത്രങ്ങൾ ആദിമധ്യ അന്ത്യശൂലം എന്ന വിഭാഗത്തിൽ വരികയാൽ ഗുണാനുഭവങ്ങൾ കുറയാനിടയുണ്ട്. മറ്റുള്ള 18 നക്ഷത്രങ്ങൾ ആദിമധ്യ അന്ത്യ ഷഡ്ക വിഭാഗത്തിൽ വരികയാൽ അവയിൽ ജനിച്ചവർക്ക് പ്രായണ മേന്മയും ഭവിക്കുന്നതാണ്. കൂടാതെ നവഗ്രഹങ്ങളുടെ ഗോചര ഫലവും കൂടി പരിഗണിച്ചാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള 27 നക്ഷത്രങ്ങളിൽ ജനിച്ചവരുടെ വിഷുഫലം തയ്യാറാക്കിയിട്ടുള്ളത്.